നമസ്കാരം. 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന, കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടപ്പോൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. അതും കേരളത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഒരു വിദ്യാർത്ഥിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, മാനസികമായിട്ട് തളർത്തുന്നു. അതിന്റെ പേരിൽ ആ കുട്ടിയെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ ഒരു അധ്യാപകൻ എത്തിക്കുന്നു എന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് സ്കൂളിലെത്തി തെളിവെടുപ്പുകൾക്ക് സഹകരിച്ചിരിക്കുന്നത്. സ്കൂളിൽ ഒരു പീഡനവും നടന്നിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. എങ്കിൽ പോലും ആരോപണം ശക്തമാണ്. വിദ്യാർത്ഥികൾക്ക് ശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വലിയ മാനസിക സമ്മർദ്ദമാണ് സ്കൂളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥിനിക്ക് കണക്ക് പരീക്ഷയിൽ മാർക്ക് കുറവായതിനാൽ മറ്റൊരു ക്ലാസ്സിലേക്ക് അവളെ മാറ്റി നിർത്തിയിരുന്നു എന്ന് മാത്രമാണ് ഈ ഒരു സംഭവത്തിൽ വിശദീകരണമായിട്ട് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് സത്യമാണ് എന്ന് സ്കൂൾ മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കുന്നു. സ്കൂളിൽ ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. 9ാം ക്ലാസ്സിലെ ഷഫ്ലിംഗ് ഒഴിവാക്കാനാണ് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നാലെ തീരുമാനിച്ചിരിക്കുന്നത്. ശിക്ഷാ നടപടികൾ പിൻവലിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 9ാം ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങി മാസങ്ങൾ പിന്നിട്ട ശേഷം ഡിവിഷൻ മാറ്റിയിരുത്തി എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വന്തം കൈപ്പടിയിൽ ഇനി മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ തന്നെ പഠനം തുടരാമെന്ന വിദ്യാർത്ഥിനിയെ കൊണ്ട് എഴുതി വാങ്ങിച്ചു എന്നതടക്കമുള്ള ബന്ധുക്കളുടെ ആരോപണവും ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ചോളോട് സ്വദേശിനിയായിട്ടുള്ള ആഷീർ നന്ദനയെ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ആരോപണങ്ങൾ ബന്ധുക്കൾ അപ്പോൾ തന്നെ ഉന്നയിച്ചിരുന്നു. 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിലാണ് അധ്യാപകൻ മാനസികമായി കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ആരോപിച്ചത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ പിതാവിന്റെ ക്രൂരത എന്നുള്ള വാർത്തയാണ് ഇതേ സമയത്ത് മറ്റൊരു വാർത്തയായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ആ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്നുള്ളത്. പക്ഷേ ഇന്ന് കേരളത്തിൽ തന്നെ ആ ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം സംഭവിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ ജീവൻ തന്നെ പൊലിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് അതിദാരുണമായിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിനിയുടെ മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ എപ്പോഴും പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്വന്തം മകളെ അധ്യാപകനായ പിതാവ് തന്നെ കൊന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. 17-കാരിയായിട്ടുള്ള മകളെയാണ് ഒരു അധ്യാപകൻ അതിദാരുണമായിട്ട് കൊന്നത് എന്നുള്ളതാണ്. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലൊക്കെ 92.60% മാർക്ക് നേടിയ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച സാധിക എന്ന് പറയുന്ന കുട്ടിയാണ് കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയുടെ ഒരു പരീക്ഷണ ടെസ്റ്റ് പോലെയുള്ള മോക്ക് ടെസ്റ്റ് നടത്തിയതിൽ അതിൽ മാർക്ക് കുറച്ച് വാങ്ങുന്നതും അതിന്റെ പേരിൽ സ്കൂൾ അധ്യാപകനായിട്ടുള്ള പിതാവ് ആ മകളോട് അതിദാരുണമായിട്ടുള്ള പീഡനം, ക്രൂരത നടത്തുന്നതും. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സാധിക. മോക്ക് ടെസ്റ്റുകളിൽ കുറഞ്ഞ മാർക്ക് നേടിയതിന്റെ പേരിൽ പിതാവ് രോഷാകുലനായി തുടരെ കുട്ടിയെ ദേഷ്യത്തിൽ അടിക്കുകയും ചെയ്തു. ആ ഒരു ക്രൂരമർദ്ദനം പിന്നീട് വലിയ അപകടത്തിലേക്ക് നയിച്ചു. കുട്ടിയെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എങ്കിലും ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ ആ 17 വയസ്സുകാരി മരണപ്പെട്ടു എന്നുള്ളതാണ്. 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള സാധികയ്ക്ക് മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റതും ഇതിനുശേഷം ആശുപത്രിയിലേക്ക് പോയെങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല എന്നും ഒക്കെ പറഞ്ഞ കുട്ടിയുടെ അമ്മ തന്നെയാണ് പിന്നീട് രംഗത്തെത്തിയത്. അധ്യാപകനായിട്ടുള്ള കുട്ടിയുടെ പിതാവിനെതിരെ അമ്മ തന്നെ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു അപകടം ഉണ്ടായപ്പോൾ സാംഗ്ലിയിലെ ഉഷാഗൽ ആശുപത്രിയിലേക്കായിരുന്നു കുട്ടിയെ എത്തിക്കാൻ ശ്രമിച്ചത്. എങ്കിലും ആശുപത്രിയിലേക്ക് എത്തും മുമ്പ് തന്നെ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് സമ്മതിച്ചിട്ടുണ്ട് പിതാവ്. ഇതിന്റെ പേരിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മർദ്ദനത്തിനിടെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റുകൊണ്ടാണ് സാധിക മരണപ്പെടുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുറഞ്ഞ മാർക്ക് ലഭിച്ചതിന്റെ പേരിൽ ഭർത്താവ് മകളെ മർദ്ദിക്കുകയും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് ജൂൺ 22-ന് പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി പറഞ്ഞിട്ടുണ്ട്. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും പോലീസ് അറിയിച്ചു. മഹാരാഷ്ട്ര
മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് അങ്ങനെ ഒരു ദാരുണമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ മറ്റ് സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ഇതേ രീതിയിലുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് പുറത്തുവരുന്നത്. വിദ്യാർത്ഥികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടുന്നത് എന്നതിന്റെ ബോധവൽക്കരണ ക്ലാസ് അടക്കം ആദ്യകാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും വിദ്യാർത്ഥികളെ അതിദാരുണമായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പല അധ്യാപകരും പോകുന്നത് എന്നുള്ളതാണ്. മാതൃകാ അധ്യാപകരുടെ ഒരു ലിസ്റ്റ് നീളുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ പെരുമാറുന്ന അധ്യാപകരും മറുവശത്തുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവായിട്ട് മാറുകയാണ് ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്കുള്ളിൽ ഏറെ ആശങ്കയും പേടിയും വരുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കേരളം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ചോളോട് സ്വദേശിനിയായ ആഷീർ നന്ദനയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിലാണ് അധ്യാപകർ ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചതെന്നുള്ള അച്ഛൻ പ്രശാന്തിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് എടുക്കുന്നത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമനിക് സ്കൂളിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.